പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം UAE എന്ന രാജ്യം കേവലം ഒരു തൊഴിലിടം മാത്രമല്ല, മറിച്ച് തങ്ങളുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെയും ഒരു പ്രധാന ആശ്രയമാണ്. ദശാബ്ദങ്ങളായി മലയാളികൾ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് ഏറ്റവും മികച്ച കരിയർ വളർച്ച നൽകിയ മണ്ണാണ് UAEയുടേത്. 2026 UAE തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തൊഴിലാളികൾക്കിടയിൽ വലിയ പ്രതീക്ഷകളാണ് ഉയരുന്നത്. ജീവനക്കാർക്ക് ശരാശരി 3.4% മുതൽ 4.1% വരെ ശമ്പള വർധനവ് ലഭിക്കുമെന്ന സൂചനകളാണ് ആഗോള സാമ്പത്തിക വിദഗ്ധരും മാനവ വിഭവശേഷി ഏജൻസികളും നൽകുന്നത്. ഇത് ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ കണക്കായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെയും തൊഴിൽ സംസ്കാരത്തിന്റെയും വ്യക്തമായ ചിത്രമുണ്ട്. കോവിഡ് കാലത്തിന് ശേഷമുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക് ശേഷം UAEയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തികച്ചും സുസ്ഥിരമായ ഒരു വളർച്ചാ നിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിവുള്ള ജീവനക്കാരെ നിലനിർത്താനും പുതിയ പ്രതിഭകളെ ആകർഷിക്കാനുമുള്ള കമ്പനികളുടെ നിരന്തരമായ പരിശ്രമങ്ങളാണ് ഈ ശമ്പള വർധനയുടെ അടിസ്ഥാന കാരണം. എന്നാൽ ഈ ശരാശരി കണക്കുകൾക്കപ്പുറം ഓരോ ജീവനക്കാരനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നിർണായക യാഥാർത്ഥ്യങ്ങൾ ഈ പുതിയ തൊഴിൽ വിപണിയിലുണ്ട്. ശരാശരി കണക്കുകൾ എപ്പോഴും യഥാർത്ഥ ചിത്രം പൂർണ്ണമായി കാണിക്കണമെന്നില്ല എന്നതാണ് സാമ്പത്തിക ലോകത്തെ ഒരു പ്രധാന നിയമം. എല്ലാ ജീവനക്കാർക്കും ഒരേപോലെ ശമ്പളം വർദ്ധിക്കുന്ന പരമ്പരാഗത രീതി UAEയിലെ കോർപ്പറേറ്റ് ലോകത്തു നിന്നും ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കമ്പനികൾ ഇപ്പോൾ സെലക്റ്റീവ് കോമ്പൻസേഷൻ അഥവാ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ശമ്പള വർധന എന്ന നയമാണ് കർശനമായി പിന്തുടരുന്നത് എന്നാണ്. അതായത് ഒരു കമ്പനിയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും പകരം വയ്ക്കാൻ ആളില്ലാത്തത്ര പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്നവർക്കും 8 മുതൽ 15% വരെ വലിയ വർധനവ് ലഭിച്ചേക്കാം. അതേസമയം ശരാശരി പ്രകടനം മാത്രം നടത്തുന്നവർക്ക് 0 മുതൽ 3% വരെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. നിർമ്മിത ബുദ്ധിയുടെയും ഓട്ടോമേഷന്റെയും കടന്നുവരവോടെ പല സാധാരണ ജോലികളും യന്ത്രങ്ങളും സോഫ്റ്റ്വെയറുകളും ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജോലിസ്ഥലത്ത് സവിശേഷമായ എന്ത് മൂല്യമാണ് നൽകാൻ കഴിയുക എന്നത് ഓരോ തൊഴിലാളിയും സ്വയം ചോദിക്കേണ്ട ചോദ്യമായി മാറിയിരിക്കുന്നു. ഡേറ്റ എൻട്രി പോലെയുള്ള ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ഇല്ലാതാകുമ്പോൾ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർക്ക് മൂല്യമേറുന്നു. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ബിസിനസ് വളർത്താൻ നേരിട്ട് സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് ഉയർന്ന പ്രതിഫലം നൽകാൻ അവർ ഒട്ടും മടിക്കുന്നില്ല. കമ്പനികളുടെ ബജറ്റുകൾ ഇപ്പോൾ ഈ ഉയർന്ന പ്രകടനക്കാരെ കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കപ്പെടുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ഈ ശമ്പള വർധന ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക എന്നത് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി, ആരോഗ്യ മേഖല, റിയൽ എസ്റ്റേറ്റ്, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളാണ് 2026 ഏറ്റവും മികച്ച വേതന വർധനവ് വാഗ്ദാനം ചെയ്യുന്നത്. സൈബർ സുരക്ഷാ വിദഗ്ധർ, ഡേറ്റ സയന്റിസ്റ്റുകൾ, ക്ലൗഡ് എഞ്ചിനീയർമാർ തുടങ്ങിയ സാങ്കേതിക വിദഗ്ധർക്ക് കടുത്ത ക്ഷാമമാണ് നിലവിൽ വിപണിയിലുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇത്തരം സവിശേഷ വൈദഗ്ധ്യമുള്ളവർ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ജോലി മാറുമ്പോൾ അവർക്ക് 20% മുതൽ 50% വരെ ശമ്പള വർധനവ് ലഭിക്കുന്ന അസാധാരണ സാഹചര്യവുമുണ്ട്. മറുവശത്ത് റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, സാധാരണ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ വളരെ മിതമായ നിരക്കിലുള്ള വർധനവ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. UAE ഗവൺമെന്റിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി എണ്ണയിതര മേഖലകളിലേക്ക് സമ്പദ് വ്യവസ്ഥയെ മാറ്റുന്നതിന്റെ അനന്തരഫലമാണിത്. ബാങ്കിംഗ് രംഗത്തും ഗ്രീൻ എനർജി മേഖലയിലും വലിയ വിദേശ നിക്ഷേപങ്ങളാണ് വരുന്നത്. ഇത് ഈ മേഖലയിൽ ആയിരക്കണക്കിന് പൂർണ്ണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള ജീവനക്കാരുടെ വേതന വ്യവസ്ഥകൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും കാരണമാകുന്നു. ഓരോ വ്യക്തിയും തങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും ഭാവി പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും ആഗോളതലത്തിൽ നടക്കുന്ന ഈ വ്യവസായ മാറ്റങ്ങൾ കൂടി ഗൗരവമായി പരിഗണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. UAEയിലെ ശമ്പള വർധനവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരമാണ്. വിശേഷിച്ചും സൗദി അറേബ്യ തങ്ങളുടെ വലിയ പദ്ധതികളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള വിദേശ പ്രതിഭകളെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗദിയിലെ ശരാശരി ശമ്പള വർധനവ് 4.6%. ഇത് UAEയേക്കാൾ അല്പം മുന്നിലാണ് എന്നത് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൊഴിലുടമകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മികച്ച പ്രൊഫഷണലുകൾക്ക് റിയാദിലോ ദോഹയിലോ മികച്ച പാക്കേജുകൾ ലഭിക്കുന്നതിനാൽ അവരെ ദുബായിലോ അബുദാബിയിലോ തന്നെ നിലനിർത്താൻ കമ്പനികൾ നിർബന്ധിതരാകുന്നു. ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ടെക്നോളജി പാർക്കുകൾക്കുമായി ലോകോത്തര തൊഴിലാളികളെ തേടുന്നുണ്ട്. ആധുനിക തൊഴിലാളികൾ കേവലം ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന തുക മാത്രമല്ല നോക്കുന്നത്, മറിച്ച് മികച്ച വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഹൈബ്രിഡ് വർക്കിംഗ് മോഡലുകൾ, വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ ഫ്ലെക്സിബിൾ വർക്കിംഗ് മണിക്കൂറുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം, മികച്ച ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, ദീർഘിപ്പിച്ച ശമ്പളത്തോടുകൂടിയ വാർഷിക അവധികൾ തുടങ്ങിയവ ഇന്ന് പ്രതിഭാശാലികളായ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാന കാര്യങ്ങളായി മാറി. തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന വെൽനസ് പ്രോഗ്രാമുകളും ഇന്ന് മിക്ക കമ്പനികളുടെയും പാക്കേജിന്റെ അവിഭാജ്യ ഘടകമാണ്.
തൊഴിൽ വിപണിയിലെ ഈ സങ്കീർണമായ മാറ്റങ്ങൾ ജീവനക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നിരന്തരമായ പഠനത്തിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും അഥവാ അപ്സ്കില്ലിംഗിന്റെയും ആവശ്യകതയാണ്. കേവലം സർവകലാശാലകളിൽ നിന്ന് നേടിയ ഒരു ബിരുദമോ മുൻകാലങ്ങളിൽ ലഭിച്ച വർഷങ്ങളുടെ അനുഭവ പരിചയമോ മാത്രം വെച്ച് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച അത്രത്തോളം വേഗത്തിലാണ് സംഭവിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ ഭൂരിഭാഗം ജോലികളുടെയും സ്വഭാവം പൂർണ്ണമായും മാറുമെന്ന് തന്നെയാണ്. അതിനാൽ തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളും പ്രവണതകളും പഠിച്ചെടുക്കാൻ സ്വയം തയ്യാറാകുന്നവർക്ക് മാത്രമേ ഈ പ്രതീക്ഷിക്കുന്ന ശമ്പള വർധനവിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാകാൻ സാധിക്കൂ. ദീർഘവീക്ഷണമുള്ള കമ്പനികളും ഇന്ന് ജീവനക്കാരുടെ പരിശീലനങ്ങൾക്കായി വലിയ ബജറ്റുകൾ മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ സ്വയം നവീകരിക്കാൻ തയ്യാറല്ലാത്തവർ കാലക്രമേണ ഈ കുതിച്ചുപായുന്ന തൊഴിൽ വിപണിയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നാം വരും നാളുകളിൽ കാണാൻ പോകുന്നത്. പുതിയ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാനും നൈപുണ്യ വികസനത്തിന് നിരന്തരം സമയം കണ്ടെത്താനും തയ്യാറാകുന്ന പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം UAE എന്നും ഒരു അനന്ത സാധ്യതകളുടെ ലോകം തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.